എന്താ പറയുക, എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മുടെ അവസാനത്തെ ട്രെയിനിങ് അടിപൊളിയായിരുന്നു. 3 ദിവസം കഴിക്കാൻ നമ്മുടെ അത് നമ്മുടെ ചീഫ് ആളുകൾ നമ്മുടെ സാധനം പറഞ്ഞിട്ട് വാക്കുകൾ അത് ഞങ്ങളുടെ മാതൃകയുടെ പരിചയം കാണുന്നത് ഞാൻ കൊല്ലം കൊട്ടാരക്കര സ്വദേശിയാണ്. തൃശ്ശൂർ മാതൃഭൂമിയിൽ 2 വർഷം ഞാൻ ഉണ്ടായിരുന്നു. 20 വർഷമായിട്ട് വല്ലപ്പോഴും ഭഗവാനെ കാണാനായിട്ട് ഇവിടെ വരും. ജിമ്മാട്ടൊക്കെ എനിക്കൊരു 2 വർഷത്തെ ബന്ധമാണ്. എനിക്ക് ഒരു കാലഘട്ടത്തിലൊക്കെ ഈ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെങ്കിലും ജിമ്മന്മാരെയൊക്കെ കാണുമ്പോൾ ഒരു അലർജിയുള്ള ഒരാളായിരുന്നു. കാരണം ഞാനന്ന് ചിന്തിച്ചിരുന്ന എന്നെ സംബന്ധിച്ചൊക്കെ ഉണ്ടാവട്ടെ വിചാരത്തിൽ യുവത്വമായി ഇങ്ങനെ പ്രായം താഴെയില്ല. ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുള്ളവർ ഫെഡറൽ ബാങ്കിലെ സാധനമില്ലേ, ഫെഡറൽ ബാങ്ക് ഇല്ലേ, കണ്ടിട്ടുണ്ടോ? അത് 2 വാക്ക് പറയും പറയുന്നു സാർ അതുപോലെ ഞാൻ സേവ് കൗൺസിലർ കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറ, 2 വാക്ക് പറ. സുധി മുൻ കൗൺസിലറെ വിളിക്കേ. ഞാൻ ഇത് വരട്ടായിരുന്നു. ജസ്റ്റ് കാരണം നമസ്കാരം, എൻ്റെ പേര് ഗായത്രി. ഗുരുവായൂരിലാണ് വീട്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 1 വർഷമായിട്ട് വാഷിൻ്റെ അണ്ടറിൽ ട്രെയിൻ നടക്കുന്നുണ്ട്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വർക്കൗട്ട് എന്നുള്ള ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ജിമ്മിനെ കുറിച്ചിട്ട് ഉള്ള എന്തെങ്കിലും നോളജ് ഉണ്ടെങ്കിൽ അത് വിനോദ് സാറിൻ്റെ അടുത്ത് വന്ന് കിട്ടിയതാണ്. കാരണം ബേസിക്കലി സ്പോർട്സ് ആയിട്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യാതെ വളരെ നന്നായി ഭക്ഷണം കഴിക്കുന്ന ഒരു ഡയറ്റ് പ്ലാൻ എടുക്കാതെ അങ്ങനെ ഹെൽത്തി ഫുഡിങ് ഹാബിറ്റായിട്ട് പോയ ഒരാളാണ് ഞാൻ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു വരുമ്പോൾ. ഇപ്പോൾ 7 കിലോ കുറഞ്ഞു. അപ്പോൾ അത് എൻ്റെ കഴിവല്ല, സാറിൻ്റെ ട്രെയിനിങ് പിന്നെ സാർ പറയുന്ന രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കൂടെയാണ്. അപ്പോൾ അത് സാറിനാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സാറിന് എല്ലാ നേരുന്നു. എല്ലാവർക്കും എന്താ പറയുക, എല്ലാവരും ഇതുപോലെ തുടർന്ന് സാർ പറഞ്ഞ പോലെ വരിക, വർക്കൗട്ട് ചെയ്യുക. എല്ലാവർക്കും മാഷ മുന്നേ അറിയാം. പിന്നെ ഞായറാഴ്ച എനിക്ക് 2 കുട്ടികളുണ്ട്, 2 പേരക്കുട്ടികളുണ്ട്. അത് പിന്നെ ഫുൾ ഫ്രീ ഒരാഴ്ച ആയിട്ടുണ്ട്. ഓരോന്നും മാഷ് പറയുമ്പോഴും മാഷയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇത് എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. കാരണം ഒരാഴ്ചയായിട്ട് എനിക്ക് വ്യത്യാസം വന്നാൽ എനിക്ക് തോന്നുകയാണ് ഈ ഭാഗത്തെ വേഗം തിരിഞ്ഞു പോകുന്നത്. കാരണം അവർക്കാണ് കൂടുതൽ കൈമാറാം. ഇത് എടുത്തരും. ഓക്കെ, ഒന്നും എടുത്തരും, കുറച്ച് എടുക്കും. സമ്മതം കിട്ടിയോണ്ട് നമ്മള് എല്ലാവരും സമ്മതമായിട്ടാണ് കേക്ക്
കാരണം ഇങ്ങനെയൊക്കെ ഇങ്ങനെ സഹിക്കുകയും ഓക്കെ അല്ലേ?